ഹലോ ഗൈസ്, ഇന്നത്തെ കുറച്ച് വർക്ക് ഉണ്ടല്ലോ. സോ വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി. അപ്പോൾ ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, വർക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം ക്രം കോട്ടടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡമ്മി കേക്കും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി ഓരോന്നോരോന്ന് ഡെക്കറേഷനിലേക്ക് കിടക്കാം. ഈ ഒരു കേക്ക് വന്നിട്ട് എൻ്റെ ഏട്ടൻ്റെ കൂടെ പഠിച്ചൊരു ചേച്ചി തന്നൊരു ഓർഡറായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു പെണ്ണ് കാണൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് സെറ്റാക്കി എടുത്തൊരു കേക്കായിരുന്നു. പിന്നെ നമ്മളുടെ കസിനാവാൻ പോകുന്ന ആളും കൂടെയാണ്. അങ്ങനെ നമ്മൾ 2 കേക്കായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു കേക്ക് നമ്മൾ 1 kg ബട്ടർ സ്കോച്ചിലാണ് കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു പാസ്ട്രി പോലെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു നോർമൽ കേക്ക് തന്നെ മതി എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തു. ദെൻ ആ ഒരു ക്രീമിൽ നമ്മൾ ആ ഒരു ഡിസൈൻ ബോർഡർ പോലെ സെറ്റാക്കി. പിന്നെ അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടെ ഒന്ന് കൊടുത്തു. പിന്നെ 2 സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ചെറിയ ഷുഗർ ബോൾസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ അവർ പറഞ്ഞ കേക്ക്, മെയിൻ കേക്ക് എന്ന് പറയുന്നത് ഈ ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം ഫോണ്ടൻ വർക്കൊക്കെ നമ്മൾ നേരത്തെ കാലത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പേരെയും കണ്ട് ആരും എന്നെ സീത്ത് പറയരുത്. ഞാനിപ്പോൾ കുറേ ആയി ഫോണ്ടൻ വർക്കിൽ ഇങ്ങനെ ഓരോരോ വർക്ക് ചെയ്തിട്ട് കേട്ടോ. നമ്മൾ എനിമൽസൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൂടെ തന്നെ ഈ ഒരു ബോയ് ആൻഡ് ഗേൾ ടൈപ്പ് വർക്ക് അധികം അങ്ങോട്ട് ചെയ്യാറില്ല. അത് കാണാനുണ്ട് അല്ലേ, ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓർഡേഴ്സൊന്നും നമുക്ക് വിരലിൽ കുറവാണ് ഫോണ്ടൻ ഫിഗേഴ്സിൽ. ഈ ഒരു ഓർഡർ എനിക്ക് കിട്ടിയത് എൻ്റെ വീട്ടിനടുത്തുള്ളൊരു ചേട്ടന്, അവരെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഓർഡറായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ മീൻസ് എൻക്വയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചേച്ചി എങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ തന്നെ വേണം, ബോയ് ഗേള്, ഒരു നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള യൂണിഫോമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനും അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഈ സെയിം യൂണിഫോം തന്നെയായിരുന്നു ആ ചേച്ചിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഓർത്തു. അങ്ങനെ ആ ഒരു ഔട്ട്ഫിറ്റിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓരോരോ നമ്മൾ ചെയ്യുന്ന വർക്കും അവർക്ക് അയച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തതായിരുന്നു. ഈ ഒരു ബോയ് ആൻഡ് ഗേൾ ടൈപ്പ് വർക്ക് അധികം അങ്ങോട്ട് ചെയ്യാറില്ല. അത് കാണാനുണ്ട് അല്ലേ. നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഹാർട്ടും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും, പിന്നെ നമ്മൾ ആ കേക്കിൽ ഒരു മുകളിലായിട്ടൊരു വേവിൻ്റെ ഒരു ഇതും, പിന്നെ വോളിലൊരു ചെറിയൊരു നമ്മൾ സ്പൂണിൻ്റെ ടിപ്പ് കൊണ്ട് വെച്ച് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ സെറ്റാക്കി എടുത്തൊരു ഡിസൈനായിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, ഇഷ്ടമായോ? ഇഷ്ടമായി കാണൂലേ? അപ്പോൾ ഈ 2 കേക്കായിരുന്നു അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. ഇത് നന്മണ്ട തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്നൊരു 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവാം. സോ ഈ ഒരു 2 കേക്കുമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മളങ്ങനെ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത കേക്കിലേക്ക് കടന്നാലോ. ദെൻ ഈ ഒരു കേക്ക് വന്നിട്ട് സ്റ്റേറ്റ് മുക്കിലേക്കായിരുന്നു. അവിടെ ചെറുതായിട്ടൊരു ബേബി വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ, പാലുകുടി ഫംഗ്ഷന് വേണ്ടിയിട്ട്. സിമ്പിളായിട്ടുള്ള കേക്ക് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് റെഫറൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഓർത്തത് ഒരു വെൽക്കം ബേബി ഒരു ഫംഗ്ഷൻ പോലെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. പിന്നെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ചെറിയൊരു ഡിസൈനിൽ സെറ്റാക്കി എടുത്തായിരുന്നു. ഓറിയോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 kg തന്നെയായിരുന്നു. മറ്റേത് 2 ബട്ടർ സ്കോച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2 കേക്കും, ഒന്ന് ടോളാക്കിയിട്ടും ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടും. അങ്ങനെ ഈ ഒരു കേക്കും നമ്മൾ അതേപോലെ തന്നെ ഒരു 1 kg 1 kg അല്ല 1.5 kg ആയിരുന്നു കേട്ടോ. നമ്മൾ ചെറിയൊരു ഹൈറ്റിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. മുകളിൽ ആ ഒരു ക്രീമിൻ്റെ ഡിസൈനും പിന്നെ നമ്മളുടെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് താഴെയായിട്ട് ആ ഒരു ലൈന് പോലെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ ആ ഒരു ക്രീമിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഡസ്റ്റ്, ഓറിയോൻ്റെ ഡസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അവർ റൈറ്റിംഗ് ഒന്നും വേണ്ടാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് മോശമല്ലേ. അങ്ങനെ നമ്മൾ പിന്നെ ചോദിച്ച് വാങ്ങി കേട്ടോ ഞാൻ ആ പണി. കോമഡിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എഴുതാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ അവർ ക്യാപ്ഷൻ അയച്ചു തന്നു. അങ്ങനെ ഞാൻ എഴുതാനിരുന്നു. നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഈ ഒരു എഡിബിൾ പെന്നുണ്ടല്ലോ, അതിൻ്റെ മഷി ഏകദേശം തീർന്നു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അതിലെഴുതി ഒപ്പിച്ചു എടുത്തു. അതായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഫൈനലൊക്കെ എങ്ങനെയുണ്ട്?
അപ്പോൾ ഇനി ലാസ്റ്റ് കേക്കിലേക്ക് കടക്കാം. ഇതൊരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു കേക്കാണെന്ന് പറയുന്നില്ല, എന്നാലും ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം കുറച്ചായി ഈ ഒരു ഡമ്മി കേക്ക് ചെയ്തിട്ടല്ലേ, അങ്ങനെ ഡമ്മിയിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡമ്മി കേക്ക് നമ്മളത് മൊത്തം റാപ്പ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിങ് റാപ്പ് വെച്ചിട്ട് സെറ്റാക്കിയിട്ടായിരുന്നു നമ്മൾ അതിൻ്റെ മുകളിലായിട്ടാണ് ക്രീം കൊടുത്തത്. അത് ഞാൻ എന്തിനാന്ന് പിന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ ഞാൻ ഒന്നുമില്ലാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കാനുള്ളതിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ എനിക്ക് രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം രണ്ടും ഒരേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തത് ക്ലിങ് റാപ്പ് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ക്ലിങ് റാപ്പ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നോർമൽ നമ്മൾ ക്രീം സെറ്റാക്കി അങ്ങ് പോയതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേക്ക് നമുക്ക് ഇവിടെ വീട്ടിനടുത്ത് തന്നെയാണ് തന്നൊരു ചേച്ചിയാണ്. അപ്പോൾ ആള് മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കും അതേപോലെ തന്നെ 3rd ബർത്ത്ഡേക്കും, അപ്പോൾ 2 ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റും 3rd ആയിട്ട് നമ്മൾ 2 ടയർ ആക്കിയിട്ട് ചെയ്തതായിരുന്നു. 1 kg മതി എന്നാണ് പറഞ്ഞത്. അപ്പം താഴെ നമ്മൾ ഡമ്മി ആക്കിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ താഴത്തെ കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പം എന്താ പറയുക, ഈ ഒരു ക്രം കോട്ട് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ഡയറക്റ്റ് നമ്മൾ ക്രീം അതിലേക്ക് സെറ്റാക്കി എടുക്കുകയാണ്, ഡമ്മി ആയതുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ കളർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റെഡും മെറൂണും ഇതായിട്ടുള്ളൊരു കളറായിരുന്നു. അപ്പോൾ ക്രീമിൽ നമുക്ക് അത്ര ബ്രൈറ്റ് ആക്കിയിട്ട് അങ്ങനെ കിട്ടത്തില്ല. ഓൾമോസ്റ്റ് കിട്ടുന്നത് പോലെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സെറ്റാക്കിയിട്ട് ഒരു വേവ് പോലെ നമ്മൾ ആ ഒരു വാളിൻ്റെ ഇതിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊന്നാമത് കളർ അത്യാവശ്യം ഉള്ളതെന്ന് പറയാൻ ഡമ്മിയാണ്, അത് നമ്മൾ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കളർ ആഡ് ചെയ്താലും വലിയ സീനില്ലല്ലോ. അങ്ങനെ അത് നമ്മൾ ഓൾമോസ്റ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറ് 2 കളറിൻ്റെ ഷെയ്ഡായിട്ടാണ് അത് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളത് സെറ്റാക്കി വെച്ചു. പിന്നെ മുകളിലേക്കുള്ള സ്റ്റാക്ക് ചെയ്യുന്നത് വീഡിയോ അത് ഓണാക്കാൻ വിട്ടുപോയി ഗൈസ്. അങ്ങനെ പിന്നെ അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ മുകളിൽ നമ്മളായ ഒരു കേക്ക്, ഇത് ഒറിജിനൽ കേക്കാണ് കേട്ടോ. 1 kg ആണ്, വൈറ്റ് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ടോളാക്കിയിട്ടാണ് ചെയ്തത്. അങ്ങനെ അത് കേക്ക് സെറ്റാക്കി നമ്മൾ മുകളിലാക്കി വെച്ചു. ദെൻ ഒരു മിക്കി മൗസ് തീമിലാണ് കേട്ടോ കേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ബ്ലാക്ക് സംഭവം അത് പേപ്പറിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ള ഈ ഒരു ബോ നമ്മൾ ഫോണ്ടൻറ്റിലാണ്. പിന്നെ നമ്മൾ ആ ഒരു മിക്കി മൗസിൻ്റെ പ്രിൻറ്റും കൂടെ ഒന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്തു. ബാക്കിയുള്ള കുട്ടി കുട്ടി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണ്ടൻറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ടോപ്പർ ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു 2 ബർത്ത്ഡേൻ്റെ കേക്കിനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കേക്ക് അത് ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ടോപ്പർ വരുമ്പോൾ അത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പിന്നെ നമ്മൾ മുകളിൽ തന്നെ ആ ഒരു പാർട്ടിലായിട്ട് തന്നെ വെച്ചു. സെക്കൻഡ് ടോപ്പർ നമ്മൾ 3rd ബർത്ത്ഡേൻ്റെ ടോപ്പർ നമ്മൾ താഴെ ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒന്നാമത് മുകളിൽ വെച്ചാലും അതായത് എന്താ പറയുക, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ കേക്കിലേക്ക് ആയിപ്പോയല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ വെച്ചു. ദെൻ 2 നെയിമും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ എന്നും ആരെ ബർത്ത്ഡേ ആണ് 3rd ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പേരിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തു. ദെൻ ആ ഒരു പാർട്ടിൽ 2 പാർട്ടിലാക്കിയിട്ട് നെയിമും കൊടുത്തു. അങ്ങനെ കേക്ക് പെട്ടിയിലാക്കിയിട്ട് നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങുകയാണ്. നടക്കാനുള്ള ദൂരം ഉള്ളത് കൊണ്ട് പിന്നെ വണ്ടി ഒന്നും എടുക്കാമെന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ താണ്ടി നമ്മൾ അവിടെ എത്തി. അങ്ങനെ ഈ കേക്കൊക്കെ കൊടുത്ത് റിട്ടേൺ പോകുന്നു. അപ്പം ദിവസവും പറയുന്നത് പോലെ ഇന്നത്തെ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഡേ കാണാം. ബൈ.